ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. 1,00,000 ഭക്തരാണ് ഇതുവരെ ദർശനം നടത്തിയത്. ഇന്നലെ 80,000 ഭക്തരായിരുന്നു ശബരിമലയിലെത്തിയത്. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇതുവരെ 6,00,000-ഓളം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി എത്തിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് വീണ്ടും തിരക്ക് വർദ്ധിക്കുകയാണ്. ഇന്നലെയായിരുന്നു വീണ്ടും തിരക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭക്തരുടെ ഒരു തിരക്ക് ഉണ്ടാകുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ആ ഒരു തിരക്ക് പൂർണ്ണമായും കുറവായിരുന്നു. 80,000-ഓളം ഭക്തർ മാത്രമാണ് ഭഗവാനെ ദർശിക്കാനായി തിരുസന്നിധിയിലേക്ക് എത്തിയത്. എന്തായാലും ഇന്ന് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെട്ടു. ആ തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. മണ്ഡല പൂജയിലേക്ക് ഇനി പോവുകയാണ് ശബരിമല സന്നിധാനം. അതോടൊപ്പം തന്നെ അവധി ദിവസങ്ങളിലേക്കൊക്കെ തന്നെ എത്തുന്ന ആ സമയങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ആ ഒരു തിരക്ക് ക്രമീകരണങ്ങൾ അതൊക്കെ തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. തുടക്കത്തിലുണ്ടായ ഒരു വലിയ വീഴ്ച അത് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഇടപെടൽ അത് അത്യാവശ്യമായി തന്നെ നടത്തേണ്ടതാണ്. കാരണം ഈ തുടക്കത്തിലുണ്ടായ ഒരു വലിയ വീഴ്ച അത് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരുന്നു ഉണ്ടായത്. അതിനുശേഷമാണ് ഈ കേന്ദ്ര സേനകളടക്കം ശബരിമല സന്നിധാനത്തേക്ക് എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. 140 പേരടങ്ങുന്ന RAF സംഘവും NDRFൻ്റെ 70 പേരടങ്ങുന്ന സംഘവും ഒക്കെ തന്നെ തിരക്ക് നിയന്ത്രണങ്ങൾ കൃത്യമായി തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മരക്കോട്ടത്തടക്കം കൃത്യമായി ഈ ഫലപ്രദമായി തന്നെ തിരക്ക് നിയന്ത്രണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തിരക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമേ ഭഗവാനെ ദർശിക്കാനാകുകയുള്ളൂ.